സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ടാറ്റ സഫാരിയുടെ ആക്സിലേറ്റർ കേബിൾ മാറുന്നതാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ജനറേഷൻ സഫാരിക്ക് മാത്രമേ ആക്സിലേറ്റർ കേബിൾ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെൻസറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈവൻ ഡൈക്കോറിലാണേലും സ്റ്റോമിലൊക്കെ ആണെങ്കിലും സെൻസേഴ്സാണ്. ആക്സിലേറ്റർ ഇലക്ട്രോണിക് ആക്സിലേറ്ററാണ് വരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അപ്പോൾ ഞാൻ മേടിച്ചേക്കുന്ന മോട്ടോർ പാർട്സ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ്. കറക്റ്റ് മോട്ടോർ എന്നല്ല സ്പെല്ലിങ്, MOTR പാർട്സ് എന്നാണ്. നമുക്ക് മോട്ടോർ പാർട്സ് എന്ന് വായിക്കാം. മോട്ടോർ പാർട്സ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ അവിടുന്ന് അതൊരു പാക്കേജിലാണ് വന്നത്. സംഭവം സാധാരണ പാക്കേജ് ആണെങ്കിലും ഇവിടെ പാർട്ട് നമ്പറും ആക്സിലേറ്റർ കേബിൾ എന്നൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. സാധാരണ കേബിൾ പോലത്തെ സെയിം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ അതിൻ്റെ ഫിറ്റിങ്സൊക്കെ നോക്കിയായിരുന്നു അവർ കൊടുത്തതിന് ഫോട്ടോയിൽ. സോ നമുക്കിതൊന്ന് മാറി നോക്കാം. സോ ഗൈസ്, ഞാനപ്പോൾ ജസ്റ്റ് പുതിയത് കറക്റ്റ് ലെങ്ത് ആണോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ലേ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എൻഡ് നമ്മുടെ ത്രോട്ടൽ ബോഡിയുടെ എവിടെയായിട്ട് വരും. അതുപോലെ മറ്റേ എൻഡ് അതിലേ നമ്മൾ വയറിങ് ലൈൻ പോയിട്ട് നമ്മുടെ ബൂസ്റ്ററിൻ്റെ സൈഡിലായിട്ടൊരു ഭാഗമുണ്ട്. ഐ തിങ്ക് ഇതാണ് കറക്റ്റ് ആക്സിലേറ്റർ കേബിൾ പോയേക്കുന്നത്. ബൂസ്റ്ററിൻ്റെ സൈഡിലാണ്. ഈ സഫാരിയിൽ ഫസ്റ്റ് ജനറേഷൻ TCAC വേർഷൻ എന്ന് പറയുന്നതിനകത്ത് അങ്ങനെയാണ്. സോ ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇക്കറിൻ്റെയൊക്കെ കേബിൾ വരുന്ന പോലെ തന്നെയാണ് ഈ ആക്സിലേറ്റർ കേബിൾസും. ബൈ ടൈം ഇത് എന്താ പറയുക, ലൂസാകും, പോവും, എലാസ്റ്റിസിറ്റി പോവും. സോ അങ്ങനെയാണ് ഇത് സ്റ്റക്കാകുന്നത്. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യുന്ന എപ്പോഴും നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. സോ നമുക്ക് ആകെ ഇതിന് ചെയ്യാൻ വേണ്ട ടൂൾസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 23യുടെയും ഒരു 22ൻ്റെയും റിംഗ് സ്പാനറും ഒരു സാധാ ഒരു 10-8 എന്നുള്ള രീതിയിലൊരു സാധാരണ സ്പാനറും റഞ്ച് സ്പാനറും മാത്രം മതി നമുക്ക്. ഈ എത്ര സാധനം കൊണ്ട് നമുക്ക് സുഖമായിട്ട് മാറാം. ഓൾറെഡി ഞാനിവിടെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ പോർഷൻ ഓൾറെഡി ഞാനിത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ. പിന്നെ ഇത് ഊരണം. ഇത് ഒരു കഴിഞ്ഞിട്ട് അകത്തൊന്നും ഡിസ്കണക്ട് ചെയ്ത് വരണം. ഇവിടെ വരുന്ന നട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഇത് 23 സൈസ് 23 റേഞ്ച് എടുക്കുക, റേഞ്ച് സ്പാനർ എടുക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒന്ന് തിരിച്ചെടുക്കുന്നു. നമുക്ക് 22ൻ്റെ സ്പാനറും 23ൻ്റെ അല്ല വേണ്ടത്, 24ൻ്റെ വേണ്ടത്. ലെഫ്റ്റി ലൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതിനാണ് 250 രൂപ മുടക്കേണ്ടി വന്നിട്ട്. സോ നമ്മളിവിടെ ലൂസാക്കിയ സ്ഥിതിക്ക് വേറൊരു കാര്യം കൂടി ചെയ്തേക്കാം. നമുക്ക് ആക്സിലേറ്റർ പെഡലിൽ നിന്ന് ജസ്റ്റ് അതൊന്ന് ആ വയർ ഡിസ്കണക്ട് ചെയ്യണം. നമുക്കത് ഡിസ്കണക്ട് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഊരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം ചെയ്ത് ചുമ്മാതിപ്പോവും. വെറൈറ്റീസ് നമുക്കിതാണ് ഊരണ്ട. ആദ്യം ഇതിൻ്റെ അകത്തുനിന്ന് പോർഷൻ ഊരിയെടുക്കണം. സോ ഇത് ഫിലിം ചെയ്തുകൊണ്ട് എടുക്കാൻ എനിക്ക് ഇത്തിരി പാടാണ്, ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മളപ്പോൾ അത് ജസ്റ്റ് ഊരിയെടുത്തു. ഇത് ശരിക്കും വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് സൈഡിൽ കൂടെ വളച്ചെടുത്ത് സൈഡിൽ കൂടെ കയറ്റുക. എന്നിട്ട് ഈ വയറ് ഇങ്ങോട്ട് കയറ്റിയാലാണ് ശരിക്കും ഇത് തന്നെ. അത് ഊരുന്ന ഇതേപോലെ തന്നെ ആക്സിലേറ്റർ പെഡൽ പൊക്കത്തേക്ക് വെച്ചിട്ട് ഇതുവഴി ഊരിയെടുക്കുക, സ്ലൈഡ് ചെയ്തെടുക്കുക.
സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആ ബോൾട്ട് കൂടെ ലൂസ് ചെയ്യണം. അത് 22ആണ്. സോ വലിയ ആംഗിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ഊരി കിട്ടും. സോ ഒരു വാഷറും കൂടെ ഉണ്ടാവും. ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പുറത്ത് മുറുക്കിയിട്ടുണ്ടെന്ന് നോക്കട്ടെ. സോ നമുക്ക് കുറച്ച് പണിപ്പെടേണ്ടി വന്നു. ബിക്കോസ് ഇത് കുറേ നാളായാലും അവിടെ ഇരിക്കുന്നു. അതിൻ്റേതായൊരു സീറ്റിംഗ് ആയിട്ടിരിക്കുകയായിരുന്നു. വരച്ചെടുക്കേണ്ടി വന്നു. സോ ഇത് നമുക്കിനി കറക്റ്റ് ഈ പോയ ലൈൻ കറക്റ്റായിട്ട് നോക്കി വേണം അപ്പുറത്തുനിന്ന് ഇത് ഇങ്ങോട്ട് എടുക്കാൻ. സോ അങ്ങനെ ഔട്ട് വിത്ത് ദ ഓൾഡ് ആൻഡ് ഇൻ വിത്ത് ദ ന്യൂ. ഇനിയിപ്പോൾ നമുക്കിത് അത് വരുന്ന പോലെ തന്നെ റൗട്ട് ചെയ്ത് വിടാം. സോ നമുക്കിത് കറക്റ്റ് ലെങ്ത് നോക്കി വന്ന പോലെ തന്നെ വിടാം. സോ ഇവിടുത്തെ നട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് പ്ലേസ് ചെയ്യാം. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ നടക്കും. സോ നിങ്ങൾക്ക് ഇപ്പുറത്ത് കാണാമല്ലോ അല്ലേ കറക്റ്റായിട്ട്. ജസ്റ്റ് നമ്മൾ ആദ്യം വാഷർ ഇട്ട് കൊടുക്കുക. സോ ഗൈസ് നമ്മളിപ്പോൾ അത് മുറുക്കി അതുപോലെ തന്നെ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. സോ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കണക്ട് ചെയ്ത് ടൈറ്റ് ആയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ. സോ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് അഡ്ജസ്റ്റ് ചെയ്തു. സോ ഇതൊരു ശരിക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു ജോബ്സേ ഉള്ളൂ. കാരണം കുറച്ച് 2-3 സ്പാനേഴ്സ് കാര്യങ്ങളുണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ നെറ്റ് ജസ്റ്റ് ലൂസ് ചെയ്യുക, ടൈറ്റ് ചെയ്ത് ബാക്കിലേക്ക് കയറ്റുക. ഇത് ഓൾറെഡി നമുക്കിവിടെ ഒരു കണക്ഷനുള്ള അതിൻ്റെ അകത്തേക്ക് നമ്മളിത് റൊട്ടേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ.
ഗൈസ്, അപ്പോൾ നമ്മൾ വച്ചു ആക്സിലേറ്റർ. ഇപ്പോൾ ജസ്റ്റ് സ്ലൈറ്റ് ടാപ്പിന് പോലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ സഫാരിയുടെ ആക്സിലേറ്റർ കേബിൾ മാറി, നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടല്ലോ. സോ ഇതൊരു ഹൗ ടു ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതായത് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ആക്സിലേറ്റർ അല്ലാത്ത പഴയ വണ്ടികൾക്കൊക്കെ, കേബിൾ വരുന്ന വണ്ടികൾക്കൊക്കെ ഏകദേശം സിമിലർ ആയിരിക്കും. ജസ്റ്റ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജസ്റ്റ് ബേസിക്സ് നോളേജ് തന്നെ വേണമെന്നില്ല. ജസ്റ്റ് 2 സ്ക്രൂ തിരിക്കാൻ അറിയാമെങ്കിൽ ആർക്കും മാറാവുന്ന കാര്യമുള്ളൂ ഇത്. സോ ഞാനിത് എന്തായാലും നമ്മുടെ വണ്ടിയിൽ മാറേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ എന്നാൽ അത് നിങ്ങളെ കൂടെ എന്താ പറയുക, ആർക്കെങ്കിലും ഒരു ചെറിയ റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടോ അല്ലെങ്കിൽ ഹോയ്സങ്ങിൻ്റെ ബിൽഡ് നിലവിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഫെയറിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ബാക്കി എല്ലാ സംഭവം സെറ്റാണ്. സോ ഹോയ്സങ്ങിൻ്റെ ബിൽഡ് എന്തായാലും ഉടനെ ഉണ്ടാവും. ഒരു 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മളെന്തായാലും ഉണ്ടാവും. സോ സഫാരി വൈസ് അല്ലെങ്കിൽ ഡാറ്റ്സൺ വൈസ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.